ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ പൊട്ടറ്റോ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ സോയയാണ് എടുത്തേക്കുന്നത്. അതൊരു 200 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. അത് ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുക്ക് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ട് സ്ക്യൂസ് ചെയ്ത് നല്ലോണം പിഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണ് സോയ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ രണ്ടാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിഗ് പീസസ് ആക്കിയാണ് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോയുടെ പ്യൂരി, ടൊമാറ്റോയുടെ ജ്യൂസ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മീഡിയം സൈസിലുള്ള സവാള 2 സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ദെൻ ചില്ലി, ഗ്രീൻ ചില്ലി ചതച്ച് വെച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അത് രണ്ടും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊടികൾ ഐറ്റം എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മസാല, ചിക്കൻ മസാലയോ ഗരം മസാലയോ ഏത് വേണമെങ്കിലും എടുക്കാം, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, നമ്മളിത് കറി പോലെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ജീരകം, പെരിഞ്ജീരകം, ഇത്രയുമാണ് നമുക്ക് സോയ പൊട്ടറ്റോ കറിക്ക് വേണ്ടത്. ആദ്യം നമുക്ക് സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. അതിലേക്ക് ജീരകവും പെരിഞ്ജീരകവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഗാർലിക് എല്ലാം ആഡ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഇത് ഒരു 2 മിനിറ്റ്സ് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. സവാള എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൗഡർ ഐറ്റമൊക്കെ ആഡ് ചെയ്യാം. നമ്മളിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക്, ഇത്രയും എടുത്തു വെച്ചിരുന്ന എല്ലാ പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നൊരു 1 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ടൊമാറ്റോൻ്റെ പ്യൂരി ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് ഒരു 1 മിനിറ്റ് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ആഡ് ചെയ്തിട്ടുണ്ട്, പൊട്ടറ്റോയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്കൊരു മസാലയിൽ നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം മസാലയിൽ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ സോയ കുക്ക് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഈ ടൈമിൽ ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേവിയിലേക്ക് ചൂടുവെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്, പച്ചവെള്ളം ആഡ് ചെയ്യരുത്. ഒരു മിനിറ്റ് കുക്കായതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇത് മാറ്റിയിട്ട് 2 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ കുക്കറിലേക്ക് എല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർക്കുക. ഉപ്പും ഈ സമയത്ത് കറക്റ്റാണോ നോക്കണം. നമുക്ക് 2 വിസിലാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ചെറിയ സോയ ആയതുകൊണ്ടാണ് 2 വിസിൽ എടുക്കുന്നത്. വലിയ സോയ ആണെങ്കിൽ നമുക്കൊരു 3 or 4 വിസിൽ കുക്കറിൽ അടിക്കണം. നമുക്ക് ഇത് കുക്കർ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ സോയ പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.